പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കിഫ്ബി ഫണ്ടിംഗ് വഴി നൂറുകണക്കിന് സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയെന്ന പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ചേലോറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ സ്കൂളുകൾക്ക് ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുകയാണ് സർക്കാരിൻ്റെ പ്രതിബദ്ധതയെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസത്തിൽ കേരളം എപ്പോഴും മുൻനിരയിലുണ്ട്. മുൻകാലങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സർക്കാർ സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതികൾ നേരിട്ടിരുന്നു. ഇത് പലപ്പോഴും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മുൻഗണന നൽകുന്നതിലേക്ക് നയിച്ചു. എന്നാൽ കേരളത്തിൽ ചിട്ടയായ ആസൂത്രണത്തിലൂടെയും നിക്ഷേപത്തിലൂടെയും സർക്കാർ സ്കൂളുകൾ സ്വകാര്യ സ്കൂളുകൾക്ക് തുല്യമായി മാത്രമല്ല പല സന്ദർഭങ്ങളിലും മികച്ചതുമായ ഒരു അന്തരീക്ഷം വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ സ്കൂളുകൾക്ക് ലോകത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുവാനുള്ള നമ്മുടെ പ്രതിബദ്ധത ഉൾക്കൊള്ളുന്നതും ഉയർന്നതുമായുള്ള ഒരു സാങ്കേതിക അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിനാണ് നമ്മുടെ കാഴ്ചപ്പാടിനെ തെളിവാകുന്നത്. മുൻകാലങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള സർക്കാർ സ്കൂളുകളും അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിധികൾ നേരിട്ടുള്ളത്. ഇത് പലപ്പോഴും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മുൻഗണന നൽകുന്നതിലേക്ക് നയിച്ചു. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള ആഖ്യാനം മാറ്റി ചിട്ടയായ ആസൂത്രണത്തിലൂടെയും നിക്ഷേപത്തിലൂടെയും സർക്കാർ സ്കൂളുകൾ സ്വകാര്യ സ്കൂളുകൾക്ക് തുല്യമായി മാത്രമല്ല പല സന്ദർഭങ്ങളിലും മികച്ചതുമായിട്ടുള്ള ഒരു അന്തരീക്ഷം വാഗ്ദാനം ചെയ്തുകൊണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. 48,000 സ്മാർട്ട് ക്ലാസ് മുറികൾ യഥാർത്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇപ്പോൾ ഡിജിറ്റൽ പഠനം സർവ്വസാധാരണ ബോർഡുകൾ അതിവേഗം എന്നിവ ലഭ്യമാണ്. 48,000 സ്മാർട്ട് ക്ലാസ് മുറികൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറി സ്കൂളിനും ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ, സംവേദനാത്മക ബോർഡുകൾ, അതിവേഗ ഇൻ്റർനെറ്റ് എന്നിവ ലഭ്യമാണ്. സാങ്കേതികവിദ്യ സംയോജിത വിദ്യാഭ്യാസത്തിലേക്കുള്ള ഈ മാറ്റം നമ്മുടെ വിദ്യാർത്ഥികളെ ആധുനിക ലോകത്തിനായി സജ്ജമാക്കുന്നു. സർക്കാർ സ്കൂളുകളിൽ പലതും ആധുനിക ഡിസൈൻ, സുസജ്ജമായ ലാബുകൾ, ലൈബ്രറികൾ, മൾട്ടിപർപ്പസ് ഹാളുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന അത്യാധുനിക സ്ഥാപനങ്ങളായി പുനർനിർമ്മിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസത്തിലേക്കുള്ള ഈ മാറ്റം നമ്മുടെ വിദ്യാർത്ഥികളെ ആധുനിക ലോകത്തിന് സജ്ജമാക്കുന്നതിന് ഉറപ്പാക്കണം. നമ്മുടെ സ്കൂളുകൾ സർക്കാർ സ്കൂളുകളിൽ പലതും ആധുനിക വാസ്തുവിദ്യ, സുശുദ്ധമായ ലാബുകൾ, ലൈബ്രറികൾ, മൾട്ടിപർപ്പസ് ഹാളുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ആധുനിക സ്ഥാപനങ്ങളായി മാറിയിരിക്കുകയാണ്. നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ എനിക്ക് 1 മണിക്ക് കോഴ്സ് കോഴിക്കോട് KSTയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. വരണം വളരെ അനുഭവത്തിലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഓർമ്മ ഈ ചടങ്ങിൽ വിളിച്ച മന്ത്രിക്ക് പ്രത്യേകം നന്ദി. ചേലോറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1,30,00,000 രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. 5 ക്ലാസ് മുറികൾ ഉൾപ്പെടുന്ന 3 നില കെട്ടിടമാണിത്. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. DDE ഇൻചാർജ് AS വിജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ലേവൂർ, വാർഡ് കൗൺസിലർമാരായ K പ്രദീപൻ, K നിർമ്മല, കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MC ജസുന്ത്, കണ്ണൂർ RDD R രാജേഷ് കുമാർ, ചേലോറ GHSS പ്രിൻസിപ്പൽ T പ്രസീത, ഹെഡ്മിസ്ട്രസ് CK സീമ, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ KC സുധീർ, കണ്ണൂർ DEO KP നിർമ്മല, ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ കോർഡിനേറ്റർ MK അനൂപ് കുമാർ, കണ്ണൂർ മണ്ഡലം വിദ്യാഭ്യാസ സമിതി കൺവീനർ NT സുധീന്ദ്രൻ, വികസന സമിതി ചെയർമാൻ M നൈനേഷ്, PTA പ്രസിഡന്റ് T മുരളീധരൻ, മദർ PTA പ്രസിഡന്റ് OK സിനി, സ്കൂൾ പാർലമെന്റ് ചെയർമാൻ C ഋതിക, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.